ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്തു ചെയ്യണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും ഈ ജനത്തിന് അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട്, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണായകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സ് പ്രായമുള്ളവൻ ആയിരുന്നു. പത്രോസ് അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എന്നാൽ ആ മറുപടിയുടെ അവസാന ഭാഗം കൂടി നാം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ താൻ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് അത് കോണിൻ്റെ മൂലക്കല്ലായി തീർന്നു. ഇത് ഒരു പ്രയോഗമാണ്. പ്രയോഗമെന്ന് പറഞ്ഞുകൂടാ, അവരുടെ യഹൂദന്മാരുടെ ഒരു പാട്ടിലെ ഒരു വരിയാണ്. നമ്മൾ പാട്ട് എന്ന് പറയാറില്ല, സങ്കീർത്തനം എന്നാണ് പറയുന്നത്. 118-ാം സങ്കീർത്തനം അതിൻ്റെ 22-23 വാക്യങ്ങൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവ് ദേവാലയത്തിൽ വെച്ച് ഇതേ ആളുകളോട് സംസാരിച്ചപ്പോൾ താൻ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ല്. ആ കല്ലുകൊണ്ടൊരു ഉപയോഗവുമില്ല എന്ന് വിചാരിച്ചാണ് ആളുകൾ അതിനെ തള്ളിക്കളഞ്ഞതെങ്കിലും ആ കെട്ടിടത്തിൻ്റെ പണി തീർക്കുവാൻ ആ കല്ല് അത്യാവശ്യമായിരുന്നു. അതുപോലൊരു കല്ല് വേറെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവെങ്കിലും യേശുക്രിസ്തു ആണ് ദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉപാധി എന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് താൻ പറഞ്ഞു, 12-ാം വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഈ വാക്യം ഇന്ന് പലർക്കും പറയാൻ മടിയാണ്. ഇത് പറഞ്ഞാൽ ആളുകൾ പിണങ്ങും. ഇങ്ങനെ സങ്കുചിത മനോഭാവം പാടില്ല. കാരണം ഇത് പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നല്ലേ, യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നല്ലേ. ആകാശത്തിൻ്റെ കീഴിൽ യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുടെയും നാമത്തിൽ നമുക്ക് രക്ഷയില്ലെന്നല്ലേ. ശരിയാണ്, അത് തന്നെയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടുവാൻ യേശുവല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അത് ഡോഗ്മാറ്റിക്കാണ്, അത് സങ്കുചിത മനോഭാവമാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്കൊന്ന് പറയാനുണ്ട്. എല്ലാ മതങ്ങളും
ശരിയാണ് എന്ന് പറയുന്നതും സങ്കുചിത മനോഭാവമല്ലേ? എന്ന് വച്ചാൽ ഒരു മതത്തിലും ഒരു തെറ്റുമില്ല എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം? എല്ലാ മതങ്ങളും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരേ ഇടത്തേക്കാണ് മനുഷ്യനെ നയിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ വാസ്തവമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ മതങ്ങൾ തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. ചില മതങ്ങൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന മതങ്ങളാണ്. ചില മതങ്ങൾ ആ മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവയാണ്. ചില മതങ്ങൾ ഈ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് കഴിഞ്ഞേ ഉള്ളൂ മനുഷ്യൻ എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ മതങ്ങൾ എല്ലാം ശരിയാവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളും ദൈവത്തിങ്കിലേക്കാണ് എന്ന് പറയുന്നതും സങ്കുചിത മനോഭാവമാണ്. യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ആളാണ് എന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്നു. അല്ല, എല്ലാ മനുഷ്യർക്കും ഒരേ വായു ശ്വസിക്കാനുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരേ സൂര്യപ്രകാശമുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ മഴ ലഭിക്കുന്നു. അതുപോലെ എല്ലാ മനുഷ്യർക്കും ഒരു രക്ഷിതാവ്. ഇത് പറയാൻ പത്രോസിന് ഒരു മടിയുമില്ലായിരുന്നു. അത് ആ പട്ടണത്തിലെ ഏറ്റവും ശക്തിയുള്ള അധികാരിയുടെ മുമ്പിൽ പറയാൻ അവർക്ക് കഴിഞ്ഞു. ഇത് കേട്ടവരുടെ പ്രതികരണമാണ് 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവരുടെ ധൈര്യം അവർ കണ്ടു. ഇത് പറയാൻ ധൈര്യം വേണം. ആ ധൈര്യം പത്രോസിനും യോഹന്നാനും ഉണ്ടായിരുന്നു. കാരണം അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണത് സംസാരിച്ചത്. ഇവർ പഠിപ്പില്ലാത്തവരാണ് എന്ന് വെച്ചാൽ ഇത് പറയാൻ ഉന്നത വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, സാമാന്യ ബുദ്ധി മതി, സാമാന്യരായ ആളുകൾ എന്നും അവർ മനസ്സിലാക്കി. അവർ അത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നു എന്നും അവർ അറിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ 3 യോഗ്യതകളാണ് അവർ കൽപ്പിച്ചു കൊടുത്തത്. സാധാരണക്കാരാണ്, പഠിപ്പില്ലാത്തവരാണ്, പക്ഷേ യേശുവിനോട് കൂടെയുള്ളവർ ആയിരുന്നു. ഇനി ഇവരെ എങ്ങനെ വാദിച്ചു തോൽപ്പിക്കാം എന്നവർ ചിന്തിച്ചപ്പോൾ അതിന് ഏറ്റവും വലിയ തടസ്സം സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നു. അതുകൊണ്ട് എതിർ പറയാൻ പറ്റില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഇതാണ്. ഈ വിശ്വാസം സ്വീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തെളിവാണ്. സുവിശേഷ പ്രസംഗം, സുവിശേഷ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം രൂപാന്തരം പ്രാപിച്ച ജീവിതങ്ങളില്ല എന്നതാണ്. എന്നാൽ എവിടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നുവോ അവിടെ ആളുകൾക്ക് സുവിശേഷത്തിനെതിരെ പ്രതിവാദം പറയാൻ സാധിക്കില്ല. കാരണം ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന മറ്റൊരു വ്യവസ്ഥയുമില്ല, മറ്റൊരു ഫിലോസഫിയുമില്ല, മറ്റൊരു ഇസങ്ങളുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആളുകൾക്ക് രൂപാന്തരം വരുത്തുന്നു. അതിനെതിരെ തർക്കിക്കാൻ, എതിർ പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അവരവരെ ഒഴിവാക്കി. നിങ്ങൾ പുറത്തു പോയി, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചത് എന്താണെന്ന് 16-ാം വാക്യത്തിൽ കാണുന്നു. ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. അപ്പോൾ ആളുകളുടെ ജീവിതത്തിലുള്ള വ്യത്യാസം മറ്റുള്ളവർ അറിയണം. അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ അവർക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഈ സന്ദേശം മറ്റുള്ളവർ അറിയാതെ തടയണം. അതിനവർ പറയുന്നത് ഇത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അവരെ തർജ്ജമം ചെയ്യണമെന്ന് പറഞ്ഞു. അതുമാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അവർ അവരെ തിരിച്ചു വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. അപ്പോൾ അധികാരികൾ അവർക്കൊരു കൽപ്പന കൊടുക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്. അതിനവർ പറഞ്ഞ മറുപടി വാസ്തവത്തിൽ അതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരോടാണ് ചോദിക്കുന്നതെന്ന് ഓർക്കണം. എന്താണ് അവരുടെ ചോദ്യം? ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മഹാപുരോഹിതനായ ആളോടാണ് ചോദിക്കുന്നത്, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തെ അനുസരിക്കണോ മനുഷ്യനെ അനുസരിക്കണോ? നിങ്ങൾ തന്നെ വിധിപ്പിനെന്നാണ് അവരോട് ചോദിച്ചത്. നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ ഞങ്ങളോട് ഞങ്ങളുടെ നായകൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നാണ്. വക്കീലാകുമെന്നല്ല, വാദിക്കുമെന്നല്ല, സാക്ഷികളാകും. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ,
ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യം പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും തുടരുന്നു. ഇതാണ് സുവിശേഷ പ്രവർത്തനം. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും. ദൈവം എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയും. അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. അതിന് യാതൊരു പ്രഷറുമില്ല. എന്നാൽ ഇതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന് പറയാൻ തൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കണം. അതാണ് സുവിശേഷ പ്രവർത്തനം. ഈ സൻഹിദ്രി സംഘത്തിന് ശിഷ്യന്മാരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരെ വീണ്ടും തർജ്ജനം ചെയ്തു എന്ന് വെച്ചാൽ ഭയപ്പെടുത്തി നോക്കി. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു. അവരെ വിട്ടയച്ചു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്? 2 പേർ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം. അവർ സുവിശേഷം പറയാനോ സൻഹിദ്രി സംഘത്തോട് വാദിക്കാനോ അല്ല പോയത്, പ്രാർത്ഥിക്കാൻ പോയതാണ്. എന്നാൽ ദൈവം കാര്യങ്ങളെ മാറ്റിയത് കണ്ടോ? ആ മുടന്തന് സൗഖ്യമുണ്ടായത് വഴി ആ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനേതാക്കളോട് വ്യക്തമായി സുവിശേഷം പറയാൻ ദൈവം അവർക്ക് അവസരമൊരുക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമുക്ക് അത്ഭുതകരമായ വാതിലുകളെ തുറന്നു തരും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.